ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഏതു നിമിഷവും അവക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഹാവൂ, ശാലിനി വിഷ്ണു എന്ന പേരിൽ നിന്നും ശാലിനി വിട്ടൊഴിയാൻ പോകുന്നു. ആളെവിടെ വരെ എത്തിന്നുള്ള വല്ല സൂചനയും കിട്ടിയോ? ഈ ചമ്പാട് എസ്റ്റേറ്റിന്റെ ക്രോസ് ചെക്കിങ്ങിനായി ഇപ്പൊ അവളവിടെ എത്തും. അതിനു മുമ്പ് എന്റെ ഒരാൾ അവളെ ഒന്ന് ക്രോസ് ചെയ്യും. അതോടെ ആ ശാലിനി വിഷ്ണുവിന്റെ കാര്യം കട്ടപ്പുക. മൂക്കില് പഞ്ഞിയും വെച്ചുള്ള പൊതുദർശനം ഉണ്ടാവണം. എങ്കിലേ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് എനിക്ക് അവളെ ഒന്ന് കാണാൻ പോകാൻ പറ്റൂ. അല്ല, റീത്തിൽ എന്തെഴുതും? എന്റെ പേരെങ്ങാനും എഴുതി വെച്ചാ ചത്തതാണെന്നൊന്നും അവള് വിചാരിക്കില്ല. എഴുന്നേറ്റ് വന്ന റീത്തെടുത്ത് എന്റെ മുഖത്ത് വലിച്ചെറിയും. വല്ല അജ്ഞാത സുഹൃത്തെന്ന് എഴുതാം. എന്താ ചിറ്റപ്പ? നീ റീത്തും വാങ്ങി വെച്ചിരുന്നു. മരണവാർത്തയുമായിട്ടെ ചിറ്റപ്പനെ ഇപ്പൊ വിളിക്കാം. വീട്ടിലെത്തിയ ന്യൂസും വെച്ചിരിക്കാം. എനിക്ക് ആ വാർത്ത ചിറ്റപ്പൻ പറഞ്ഞറിയണ്ട. ഞാനത് ടിവിയിലൂടെ അറിഞ്ഞോളാം. അത് കേൾക്കുമ്പോ എനിക്കൊന്ന് ഞെട്ടണം. സന്തോഷം കൊണ്ടുള്ള ഞെട്ടൽ. ശരി ചിറ്റപ്പ, കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓക്കേ. ഓക്കെ ഓക്കെ ബൈ. വൈകില്ലേ മോളെ? ഇല്ല രാമേട്ടാ. വഴി ബ്ലോക്ക് ആണല്ലോ. ഞാൻ നോക്കട്ടെ. ഇതാരോ മനഃപൂർവ്വം വെച്ചതുപോലെ ഉണ്ടല്ലോ. ഇതിപ്പോ ആരാ ഇങ്ങനെ? രാവിലെ എനിക്കൊരു കോള് വന്നിരുന്നു മാഡം. മാഡത്തിന്റെ ഇന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ ചോദിച്ചുകൊണ്ടായിരുന്നു കോള് വന്നത്. അപ്പൊ ഇത് മനഃപൂർവ്വം വെച്ചിരിക്കുന്നത് തന്നെയാ. എന്റെ ഈ വരവ് തടയാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു തടസ്സം. എന്താ മാഡം ഇപ്പൊ ചെയ്യണ്ടേ? എടുത്തു മാറ്റിയാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. മുന്നോട്ട് പോകാതെ വന്ന കാര്യം സാധിക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഇതൊക്കെ എടുത്തു മാറ്റി മുന്നോട്ട് പോവുക തന്നെ. ഒത്തുപിടിച്ച മലയും പോരുമെന്നല്ലേ? നമുക്കൊന്ന് പിടിച്ചു നോക്കിയല്ലോ രാമേട്ടാ. ഞാൻ റെഡിയാ മോളെ. മാഡം, ഇവിടുത്തെ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്യട്ടെ. ഇൻ കേസ് ഇവിടെ പെട്ടുപോയാലും തിരിച്ചു പോണല്ലോ നമുക്ക്. എന്തുപറ്റി? ഞങ്ങൾ സഹായിക്കണോ? നല്ല കാതലുള്ള തടിയാ, അനക്കാൻ ബുദ്ധിമുട്ടാ. ഒന്ന് രണ്ട് പേരെ കൂടി വിളിക്കേണ്ടി വരും. എന്നാ പിന്നെ വിളിയടാ, നമ്മുടെ കളക്ടറല്ലേ.
സഹായിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഡാ വരണടാ. ഏതോ കുരുത്തം കെട്ടവന്മാര് വഴിയിൽ കുറെ തടസ്സമുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒന്ന് വന്ന് ഒതുക്കി കൊടുക്കടാ. ഇതിപ്പോ എനിക്ക് മാത്രം ഒതുക്കാനുള്ളതല്ലേ ഉള്ളൂ. മാഡം, വഴി ബ്ലോക്കാ, അപ്പുറത്തേക്ക് വണ്ടി പോവില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താന്ന് വെച്ചാ മാഡത്തെ പൊക്കിയെടുത്ത് അപ്പുറത്താക്കി തരാൻ പറ്റും. വാ. മാറി നിൽക്കണം അങ്ങോട്ട്. ആ അടങ്ങി നിക്കടി അവിടെ, പെടയ്ക്കാതടി. നീ ആരാ? ചാൻസി റാണിയോ? നിന്നെ ഇന്ന് നിന്റെ അന്ത്യമായെന്ന്, നിന്റെ അന്ത്യകൂതാശിക്കുള്ള അച്ചാരം വാങ്ങിയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനൊരു കളക്ടർ ഇനി ഈ ഭൂമി വേണ്ട. അയ്യടി, അങ്ങനെ അങ്ങ് പോയാലോ? നിന്റെ കളക്ടറിന്റെ കുങ്ക് എന്റെ അടുത്ത് വേണ്ട. അയ്യോ മോളെ, എടീ, നിന്നെ ഞാൻ കുഞ്ഞിനെ അടിക്കല്ലേ, കുഞ്ഞിനെ അടിക്കലെന്ന്. ആ ആത്മാർത്ഥത കൂടെ ഡ്രൈവറെ എടുത്ത കൊക്കയിലേക്ക് ഇട്ടാല് നടക്കണോ മോളെ, കൊണ്ടുപോടാ. മുട്ട് വരാം. അടങ്ങി നിക്കണി അവിടെ. നിക്കണി അവിടെ, നിക്കണി അവിടെ. അടങ്ങി നിൽക്കണോ? മാറണി നടക്കണി. രാമേട്ടനൊന്നും ചെയ്യരുത്. ഏയ്, ഒന്നും ചെയ്യില്ല. നല്ലൊരു കൊക്കയുണ്ട് അവിടെ, പാമ്പും പഴുതാരയും ഒക്കെ ഉള്ള ഒരു കൊക്ക. അതൊന്ന് കാണിക്കാൻ കൊണ്ടുപോവാ. തൽക്കാലം അവൻ അതിന്റെ ആഴം ഒന്ന് അറിഞ്ഞിട്ട് വരട്ടെ.